ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ സർവീസ് സ്റ്റോറി 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ? രാജ്യസുരക്ഷ, അതിർത്തി, സൈനിക ജീവിതം ഇതെല്ലാം തന്നെ രാഷ്ട്രീയ ലാഭനഷ്ട കണക്കിലേക്ക് മുതൽക്കൂട്ടുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു മുൻ കരസേനാ മേധാവിയുടെ തുറന്നു പറച്ചിലുകൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഈ പുസ്തകം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി ഭരണകൂടത്തിന്റെ മറുപടി തേടുന്നുണ്ട്. എന്നാൽ പൂർണ്ണ നിഷേധത്തിനപ്പുറം വിശദീകരണം യാതൊന്നും തന്നെയില്ല. പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം, അതും രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള ഉള്ളടക്കം ഉയർത്തിക്കാട്ടുന്നതിലൂടെ രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവിരുദ്ധ ചാപ്പയും അടിക്കുന്നുണ്ട്. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ ഇനിയും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെ ചൊല്ലി വിവാദം വേണ്ടെന്ന് നരവനെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പുസ്തകത്തിൻ്റെതായി പ്രചരിക്കുന്ന ഉള്ളടക്കത്തെ അദ്ദേഹം ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന എന്താണ് ആ പുസ്തകത്തിനുള്ളിൽ ഉള്ളത്? ജനറൽ മനോജ് മുകുന്ദ് നരവനെ ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവിയായി 2019-2022 കാലയളവിലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവാനിൽ 20 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുക്ക് കാരണമായ സംഘർഷം ഉണ്ടായത്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ 45 വർഷത്തിനിടെ നടന്ന ഏറ്റുമുട്ടലായിരുന്നു ഇത്. സംഘർഷ സാഹചര്യം നിലനിൽക്കെ തന്നെ ഓഗസ്റ്റിൽ റസാംഗ്ലായിൽ ഇന്ത്യൻ അതിർത്തിക്ക് സമീപത്തേക്ക് ചൈനീസ് യുദ്ധ ടാങ്കുകൾ വന്നപ്പോൾ കരസേനാ മേധാവി എന്ത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിലും വിദേശകാര്യ മന്ത്രാലയത്തിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോടും ബന്ധപ്പെട്ടു. എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 1 മണിക്കൂറിന് ശേഷം തിരിച്ച് ബന്ധപ്പെടുകയും ഉചിതമായത് ചെയ്യൂ എന്ന് മറുപടി പറയുകയും ചെയ്യൂ എന്നാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കമായി പ്രചരിക്കുന്നത്. ചൈനയെപ്പോലെ ഒരു വൻ സൈനിക ശക്തിയുമായി യുദ്ധ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ നിൽക്കെ നിർണായക തീരുമാനം എടുക്കേണ്ട ബാധ്യത ഭരണ നേതൃത്വം സൈന്യത്തിന്റെ തലയിലിട്ടു എന്നാണ് ഇപ്പോൾ ആക്ഷേപം. അതേസമയം ഗാൽവാൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിലെ നടപടികൾ പുനരവലോകനം ചെയ്തെന്നും ഇന്ത്യ ചൈന അതിർത്തിയിൽ ആയുധം ഉപയോഗിക്കേണ്ടതില്ലെന്ന മുൻധാരണയ്ക്ക് വിരുദ്ധമായി അവശ്യഘട്ടത്തിൽ സൈന്യത്തിന് ഉചിതമായ നടപടിയെടുക്കാൻ അധികാരം നൽകിയെന്നും അടിയന്തര സാഹചര്യത്തിൽ സൈനിക മേധാവികൾക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാമെന്നും നേരത്തെ ഉത്തരവ് നൽകിയതാണെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. തനിക്ക് മുന്നിൽ ഉത്തരം ഉള്ളപ്പോൾ നരവനെ എന്തിനാണ് ചോദ്യം ഉന്നയിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നുണ്ട്. വെളിപ്പെടുത്തൽ വാസ്തവമാണെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നിർണായകമായ മണിക്കൂറുകൾ പാഴാക്കിയെന്നത് ഞെട്ടലുണ്ടാക്കുന്ന സംഗതിയാണ്. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയുടെ ഇനിയും പുറത്തിറങ്ങാത്ത ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ആദ്യ വാർത്ത പ്രസിദ്ധപ്പെടുത്തിയത് കാരവാൻ എന്ന മാധ്യമത്തിലാണ്. ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യൻ സേനയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന അഗ്നിപഥ് ഇതേക്കുറിച്ചും ഗുരുതരമായ പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. തന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് അഗ്നിവീർ പദ്ധതി വന്നത്. 4 വർഷം കരാർ നിയമനം നേടുന്നവരിൽ 75% പേരെ നിലനിർത്തണമെന്നായിരുന്നു തന്റെ നിർദ്ദേശം. എന്നാൽ സർക്കാർ അത് 25% കുറച്ചു. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കി നിശ്ചയിച്ചതിലും അദ്ദേഹം അതൃപ്തനായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ സന്നദ്ധരായവർക്ക് മതിയായ വേതനം നൽകണമെന്ന നരവനെ നിലപാടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാസശമ്പളം 30,000 ആക്കി പുനർനിർണയിച്ചെന്നും പുസ്തകത്തിൽ പറയുന്നതായി വാർത്തകൾ പുറത്തുവന്നു. ഔദ്യോഗിക ജീവിതം അവസാനിച്ച ശേഷം തന്റെ സർവീസ് സ്റ്റോറി പ്രസിദ്ധപ്പെടുത്തുമെന്ന് നരവനെ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയായിരുന്നു പ്രസാധകർ. 2023 പെൻഗ്വിൻ ബുക്സ് നരവനയുടെ സർവീസ് സ്റ്റോറിയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചുവെന്ന് ട്വീറ്റ് ചെയ്തിരുന്നു. നരവനെ ഈ ട്വീറ്റ് പങ്കുവെക്കുകയും ചെയ്തതാണ്. മുൻ സൈനിക മേധാവി ആയതുകൊണ്ട് തന്നെ സർവീസ് സ്റ്റോറിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ നൽകിയിട്ടില്ലാത്തതിനാൽ ഈ പുസ്തകം ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വന്നത്? എങ്ങനെയാണ് ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്? പുസ്തകത്തിന്റെ PDF കോപ്പികൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. പുറത്തിറങ്ങാത്ത പുസ്തകം എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കിട്ടി എന്നതിന് മുൻപിത് ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായിരുന്നുവെന്നാണ് വിശദീകരണം. പിന്നീട് ഇത് ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടുവെന്നും കോൺഗ്രസ് വാദിക്കുന്നു. പ്രസാധകർ പ്രൂഫ് റീഡിങ്ങിന് 1-2 കോപ്പികൾ ഗ്രന്ഥകർത്താവിന് നൽകുന്ന പതിവുണ്ട്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ ഒന്നാണോ രാഹുലിന്റെ കൈവശം എത്തിയതെന്നും വ്യക്തതയില്ല.
പുസ്തകം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്ന് പെൻഗ്വിൻ ബുക്സും അവരുടെ പ്രതികരണം ആവർത്തിച്ച് നരവനെയും നിലപാടെടുത്തതോടെ ഇക്കാര്യത്തിൽ പുകമറ തുടരുകയാണ്. അതിർത്തിയിലും അതിർത്തി കടന്നും സൈന്യം ശത്രു രാജ്യത്തിനോടെടുക്കുന്ന നടപടിയുടെ രാഷ്ട്രീയ ലാഭം നേടുന്നവരാണ് BJP ഭരണകൂടം. എന്നാൽ ചൈനയോട് മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്നും ചൈനീസ് പ്രകോപനത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുന്നില്ല എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നരവനയുടെ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ലെന്ന ഔദ്യോഗിക വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയിൽ നിന്നടക്കം വിവരങ്ങൾ തേടാനാണ് പോലീസ് നീക്കം. രാജ്യസുരക്ഷയുടെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചോദ്യകർത്താക്കളെ നിശബ്ദമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. തന്റെ പേരിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ നരവനെ നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യതയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല.